ഇന്ന് സിനിമയുടെ പേര് മാറ്റാൻ കൽപ്പിക്കുന്നവർ നാളെ മനുഷ്യരുടെ പേരുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടേക്കാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡിൻ്റെ ഉത്തരവ്. ലോകത്തിന് മുന്നിൽ മലയാളിയെ അപഹാസ്യരാക്കുന്ന സെൻസർ ബോർഡ് തീരുമാനം പുറപ്പെടുവിച്ചത് സംസ്ഥാന സെൻസർ ബോർഡല്ല, മറിച്ച് അജ്ഞാതരായ ഉന്നതരാണ് സിനിമയുടെ പേരും കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്നാകാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാതാക്കൾ ഇതിനെതിരെ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ജാനകി ഒരു സാധാരണ പേരല്ലേ? മതം നോക്കിയാണോ ചലച്ചിത്രങ്ങൾ സെൻസർ ചെയ്യുന്നത്? ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ചൂളി നിൽക്കുകയാണ് സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർ. വരുന്ന തിങ്കളാഴ്ച ചിത്രം നിരോധിക്കാനുള്ള യഥാർത്ഥ കാരണം അറിയിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസഹിഷ്ണുത വൈറസ് പോലെ ഒരു രോഗമാണ്. ഭക്ഷണം, വസ്ത്രം, ജാതി, മതം തുടങ്ങി എല്ലാറ്റിനോടുമുള്ള അസഹിഷ്ണുത. ഈ നില തുടർന്നാൽ ദൈവങ്ങളുടെയും ദേവിമാരുടെയും പര്യായങ്ങൾ പേരായി കൊണ്ടു നടക്കുന്ന ഭരണാധികാരികൾ പോലും പേരുകൾ മാറ്റേണ്ട അവസ്ഥയുണ്ടാകും. ഭരണഘടനയുടെ ആമുഖത്തിൽ ഉറപ്പു നൽകുന്ന മതേതരത്വം, സോഷ്യലിസം എന്നിവ മാറ്റണമെന്നാവശ്യപ്പെടുന്ന BJP രാജ്യം ഭരിക്കുമ്പോൾ ഒരു ചലച്ചിത്രത്തിൻ്റെ പേര് മാറ്റാൻ പറയുന്നതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. സുരേഷ് ഗോപിയുടെ ചിത്രത്തിലെ ജാനകി എന്ന നായിക ഒട്ടനവധി പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് മതസ്പർദ്ധയ്ക്ക് ഇടയാക്കുമെന്നാണ് ഏതോ വിഡ്ഢി കണ്ടുപിടിച്ചിരിക്കുന്നത്. സംസ്ഥാന സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ ശേഷം ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണ് സിനിമയുടെ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത്. തൻ്റെ നായികയ്ക്ക് എന്ത് പേരിടണം, അവൾ എങ്ങനെ കഥയിൽ ജീവിക്കണം, എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നെല്ലാം തീരുമാനിക്കുക എഴുത്തുകാരും സംവിധായകരുമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. എഴുത്തുകാരനും ചലച്ചിത്രകാരനും സ്വാതന്ത്ര്യമില്ലെങ്കിൽ അവന് സ്വതന്ത്രമായി എഴുതാനോ ചിന്തിക്കാനോ പോലുമോ സാധ്യമല്ല. ഇതെല്ലാം അറിഞ്ഞവരാണോ ചലച്ചിത്രങ്ങളെ വിലയിരുത്തുന്ന സെൻസർ ബോർഡ് അംഗങ്ങൾ? സാധാരണക്കാർ പോലും ഈ നടപടി കേട്ടപ്പോൾ പറയുന്നത് ഒരു സെൻസുമില്ലാത്ത ബോർഡാണ് സെൻസർ ബോർഡ് എന്നാണ്. ഭരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനായി ഇത്തരം ആനമണ്ടത്തരങ്ങൾ കെട്ടിയെഴുന്നള്ളിക്കുന്നവർ ആരെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. തീരുമാനം എടുത്തവർ അത് പുറത്തു പറയാനും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനും ആർജവം കാണിക്കേണ്ടതാണ്. മുംബൈയിലുള്ള ഫിലിം ബോർഡിൻ്റെ റിവ്യൂ കമ്മിറ്റിയാണത്രേ ഇനി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും ഈ ഹിമാലയൻ ബ്ലണ്ടർ തിരുത്തുമെന്ന് പ്രത്യാശിക്കാം. എമ്പുരാൻ ചലച്ചിത്രം വിവാദമായപ്പോൾ സിനിമയുടെ നന്ദി കാർഡിൽ നിന്ന് തൻ്റെ പേര് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട നടനാണ് സുരേഷ് ഗോപി. മോഹൻലാലും പൃഥ്വിരാജും എല്ലാം വേട്ടയാടപ്പെടുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പിന്മാറ്റം. ഇപ്പോഴിതാ സെൻസർ ബോർഡിൻ്റെ കത്രിക സാക്ഷാൽ കേന്ദ്രമന്ത്രി നായകനായ ചിത്രത്തിന് നേരെയാണ് ഉയർന്നിരിക്കുന്നത്. ഏത് കാര്യത്തിലും മുഖം നോക്കാതെ പ്രതികരിക്കുന്നതാണ് തൻ്റെ ശീലമെന്ന് അവകാശപ്പെടുന്ന സുരേഷ് ഗോപി ഈ സംഭവത്തെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടില്ല. താൻ ശ്രമിച്ചിട്ടും സെൻസർ ബോർഡ് വഴങ്ങിയില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതായിട്ടാണ് സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തിയത്. പത്മകുമാറിൻ്റെ ചിത്രത്തിനും ഇതേ ദുരനുഭവം ഉണ്ടായതായി അദ്ദേഹം വെളിപ്പെടുത്തി. നായികയുടെ പേര് മാറ്റിയ ശേഷമാണത്രേ ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചത്. കോടിക്കണക്കിന് രൂപ മുടക്കി നൂറുകണക്കിന് ആളുകൾ രാപ്പകൽ അധ്വാനിക്കുമ്പോഴാണ് ഒരു സിനിമ യാഥാർത്ഥ്യമാകുന്നത്. സിനിമാ വ്യവസായത്തെ രക്ഷിക്കുമെന്ന് പറയുന്ന സർക്കാരുകൾ അവ പുറത്തു വരും മുമ്പ് തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് കഷ്ടമാണ്. JSK എന്ന ചിത്രം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തും പുറത്തുമുള്ള നൂറുകണക്കിന് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കേണ്ടതായിരുന്നു. ബാലിശമായ തടസ്സവാദത്തിൻ്റെ പേരിൽ പ്രദർശനം മുടക്കിയപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ബാധ്യതയില്ലെന്ന മട്ടിലാണ് സിനിമാ സംരക്ഷകരായ സെൻസർ ബോർഡിൻ്റെ നടപടി. ജീവിതത്തിൽ 4-5 സിനിമകൾ മാത്രം കണ്ടിട്ടുള്ളവരെ പോലും പാർട്ടി നോക്കി ഭരിക്കുന്നവർ ഫിലിം സെൻസർ ബോർഡുകളിൽ അംഗങ്ങളാക്കാറുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ അവർ വഹിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവരെ സർക്കാർ സെൻസർ ബോർഡിൽ എടുക്കുന്നത്. സിനിമയെ വിലയിരുത്തണമെങ്കിൽ നടനോ സംവിധായകനോ നടിയോ തിരക്കഥാകൃത്തോ ഏതെങ്കിലും സിനിമാ മേഖലയിൽ സംഭാവനകൾ ചെയ്തവരോ ആയിരിക്കണം. ഇത് പോയിട്ട് സിനിമ കാണുന്നവർ പോലും അല്ല സിനിമയെ വിലയിരുത്തുന്നത് എന്ന് വന്നാൽ ഇതാവും അവസ്ഥ. അവാർഡിന് നൽകുന്ന എൻട്രികളും സെൻസർ സർട്ടിഫിക്കറ്റിനായി വരുന്ന ചിത്രങ്ങൾ പോലും കാണാത്തവരാണ് ഇവരിൽ പലരും. സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും സെൻസർ ബോർഡുകളിലും അവാർഡ് കമ്മിറ്റികളിലും ഇത്തരം ആളുകളെ രാഷ്ട്രീയം നോക്കി തിരികെ കയറ്റുന്നതാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണം. കോവിഡ് കാലത്തോടെ OTT റിലീസ് വ്യാപകമായി. ലോക സിനിമ യഥേഷ്ടം കാണാനും ഭാഷാ വ്യത്യാസമില്ലാതെ സിനിമകൾ ആസ്വദിക്കാനുമുള്ള അവസരം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. സിനിമയുടെ വിശാലമായ ലോകം വിരൽത്തുമ്പത്ത് ലഭ്യമാണെന്നിരിക്കുമ്പോഴാണ് ഓലപ്പാമ്പ് കാട്ടി സെൻസർ ബോർഡ് ചലച്ചിത്ര പ്രവർത്തകരെ പേടിപ്പിക്കുന്നത്. സിനിമയും പ്രേക്ഷകരുമാണ് തൻ്റെ എല്ലാം എന്ന് ആണയിടുന്ന സുരേഷ് ഗോപിയെ MPയും മന്ത്രിയുമാക്കിയത് സിനിമയെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. സിനിമയോട് കൂറുണ്ടെങ്കിൽ മന്ത്രിപ്പണി പോയാലും സത്യം തുറന്നു പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയണം.